CPM അണികളുടെ വിവരക്കേടും ബുദ്ധിശൂന്യതയും ആ പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധികളിലേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ്റെ മകൾ പ്രതിയായ ഒരു കേസിൻ്റെ അന്വേഷണത്തിന് വന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥന്മാരെ ബുധനാഴ്ച ഉച്ചയ്ക്ക് CPMൻ്റെ പ്രവർത്തകർ തെരുവിൽ കായികമായി ആക്രമിച്ചു, കടന്നാക്രമണം നടത്തി. ഇതോടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കേരളത്തിലെ മുഴുവൻ ഓഫീസുകളും അവർ പൂട്ടുമെന്നും ഇവിടെ ഇന്നലെ റെയ്ഡിന് വന്നവരടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരെ അങ്ങ് ഡൽഹിയിലേക്ക് വലിക്കും എന്നുമൊക്കെയാണ് ചില അന്തം കമ്മികൾ അല്ലെങ്കിൽ മരപ്പൊട്ടന്മാർ ധരിച്ചു വച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ അതൊന്നുമല്ല നടന്നത്. പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരൊറ്റ നേതാവിൻ്റെ താല്പര്യത്തിനു വേണ്ടി ഒരു സംഘം ആളുകൾ ആലോചിച്ച് ഈ പാർട്ടിയെ കൂടുതൽ ആഴങ്ങളിലേക്ക്, പ്രതിസന്ധിയുടെ ആഴങ്ങളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇതിൽ നിന്നൊക്കെ നാം മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതാ സംഭവിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരേ ഒരാളായിരുന്നു CPMൻ്റെ അല്ലെങ്കിൽ CPM നയിക്കുന്ന മുന്നണിയുടെ ഈ വൻ പരാജയത്തിന് കാരണമായത്. പിണറായി വിജയൻ, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ, ചെയ്തികൾ, അതിനെല്ലാം ഇവിടുത്തെ പാർട്ടി നേതൃത്വം കൂട്ടുനിൽക്കുകയായിരുന്നു. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ ആ അവസരം ഉപയോഗിച്ച് സ്വന്തം കാര്യസാധ്യത്തിനുള്ള നടപടികൾ നീക്കുകയും ചെയ്തു. അങ്ങനെ ഒരു നേതാവിന് വേണ്ടി തെരഞ്ഞെടുപ്പിൽ വൻ പരാജയം ഏറ്റുവാങ്ങിയ പാർട്ടി, അതായത് എതിർകക്ഷിക്ക് 102 സീറ്റുകൾ വഴങ്ങിക്കൊടുക്കേണ്ടി വന്ന അവസ്ഥ, ആ പാർട്ടി ഇതാ ഇന്നലെ കാണിച്ച മണ്ടത്തരങ്ങളുടെ പേരിൽ കൂടുതൽ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ട അവസ്ഥയുണ്ടായിരിക്കുകയാണ്. ഇന്നലെ പിണറായി വിജയൻ്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ, കണ്ണൂരിലെ സ്വന്തം വീട്ടിൽ, കോഴിക്കോട് കോട്ടൂളിയിലുള്ള റിയാസിൻ്റെ, അതായത് മരുമകൻ, മകൾ വീണയുടെ ഭർത്താവ് മുഹമ്മദ് റിയാസിൻ്റെ വീട്ടിൽ, പിന്നെ കരിമണൽ കർത്താവിൻ്റെ ചില ഓഫീസുകളിൽ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, അദ്ദേഹത്തിൻ്റെ മകൻ്റെ വീട്ടിൽ, അങ്ങനെ 10-12 ഇടങ്ങളിൽ EDയുടെ റെയ്ഡ് നടന്നു. അത് വീണയുടെ ഉടമസ്ഥയിലുള്ള എക്സാലോജിക്കും ഈ കരിമണൽ ബിസിനസ് നടത്തുന്ന CMRL എന്ന സ്ഥാപനവും തമ്മിലുള്ള ഇടപാട്, അതിൽ അന്നത്തെ സർക്കാരിൽ നിന്ന് അനുകൂലമായ ചില തീരുമാനങ്ങളും നിലപാടുകളും ഉണ്ടാകുന്നതിന് വേണ്ടി എക്സാലോജിക്കിന് വഴിവിട്ട രീതികളിലൂടെ 1.72 കോടി രൂപ നൽകി എന്നുമാണ് കേസ്. അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, ഈ CMRLൻ്റെ സഹോദര സ്ഥാപനമായ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന കമ്പനിയിൽ നിന്ന് വാങ്ങിയതുൾപ്പെടെ 2.7 കോടി രൂപ ചെയ്തു കൊടുക്കാത്ത സേവനത്തിൻ്റെ പേരിൽ, അതായത് CMRL ചില IT ജോലികൾ ചെയ്തു കൊടുക്കാവുന്ന കരാറിന്മേൽ പക്ഷേ ചെയ്തു കൊടുക്കാതെ, അത്തരത്തിലൊരു ജോലിയും ചെയ്യാതെ തന്നെ എക്സാലോജിക്ക് കൈപ്പറ്റി എന്നുള്ളതാണ് കേസ്. അതിനെക്കുറിച്ചുള്ള അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ED അന്വേഷിക്കുന്നു, അതുപോലെ തന്നെ SFIO, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷൻ, അവർ അന്വേഷിക്കുന്നു. അപ്പോൾ EDയുടെ അന്വേഷണത്തിനെതിരായിട്ട് കേരള ഹൈക്കോടതിയിൽ ഒരു കേസ് നിലവിലുണ്ടായിരുന്നു. അത് ചൊവ്വാഴ്ച റദ്ദാക്കി, ആ സ്റ്റേ എടുത്തു കളഞ്ഞു. അതിനെ തുടർന്നാണ് ഇന്നലെ മേൽപ്പറഞ്ഞ പിണറായിയുടെ വീടുകളിലും അദ്ദേഹത്തിൻ്റെ മരുമകൻ്റെ വീട്ടിലും CMRLൻ്റെ ഓഫീസുകളിലും ഒക്കെ ആയിട്ടുള്ള റെയ്ഡ് നടന്നത്. ആ റെയ്ഡിനെതിരായിട്ട് CPM നേതൃത്വം എന്താ ചെയ്തത്? പാർട്ടി അണികളെ അണിനിരത്തി അതിനെ ചെറുക്കാൻ ശ്രമിച്ചു. റെയ്ഡ് നടത്തിയ ഉദ്യോഗസ്ഥരെ തിരുവനന്തപുരത്ത് തെരുവിൽ കായികമായി നേരിട്ടു. ഇതിപ്പോൾ പിണറായി വിജയൻ വാടകയ്ക്ക് താമസിക്കുന്ന റിസർവ് ബാങ്ക് മന്ദിരത്തിനടുത്തുള്ള ബേക്കറി ജംഗ്ഷൻ റോഡിലെ വീടിന് മുമ്പിലായിരുന്നു ഇന്നലെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. അവിടെ നിന്ന് അന്വേഷണം, റെയ്ഡ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഉദ്യോഗസ്ഥരെയാണ് CPMൻ്റെ ഗുണ്ടകൾ ആക്രമിച്ചത്. അവർ തെരുവിൽ അഴിഞ്ഞാട്ടം നടത്തി. നേതാക്കന്മാർ നോക്കി നിൽക്കുമ്പോഴാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ജില്ലാ സെക്രട്ടറി ജോയി, മുൻ മന്ത്രി ശിവൻകുട്ടി, രാജ്യസഭാംഗം ജോൺ ബ്രിട്ടാസ് മുതലായ നേതാക്കൾ നോക്കി നിൽക്കുമ്പോൾ അവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ അഴിഞ്ഞാട്ടം. അതിൽ പ്രതികളായ ആളുകൾ, അല്ലെങ്കിൽ ആ അക്രമം നടത്തിയ ആളുകൾ പാളയത്തെ CPMൻ്റെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ അഭയം തേടി. പോലീസ് പിന്നാലെ ചെന്നു. അവർക്കവരെ അറസ്റ്റ് ചെയ്യാതെ വേറെ വഴിയുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ അവർ ഈ ED ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ട സുരക്ഷ ഏർപ്പെടുത്തുന്നതിൽ പരാജയപ്പെടുകയാണുണ്ടായത്. അതിന് കാരണമുണ്ട്. കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ ഭരണകാലത്ത്
സർക്കാരുമായി ചേർന്ന് നിന്നിരുന്ന ചില ഉദ്യോഗസ്ഥന്മാർ, അവരെ ഈ ഗവൺമെൻറ് ശിക്ഷാ നടപടി എന്ന നിലയിൽ സ്ഥലം മാറ്റി. പക്ഷേ അവർ ചെന്നെത്തിയത് വളരെ നിർണായകമായ സ്ഥാനങ്ങളിലായിരുന്നു. അവർക്കായിരുന്നു ഇന്നലെ ഈ പിണറായി വിജയൻ്റെ വാടക വീടിൻ്റെ മുമ്പിലെ ക്രമസമാധാന ചുമതല. ആ സുരക്ഷാ വീഴ്ച കാരണമാണ് ഇത്തരം സാഹചര്യമുണ്ടായത്. പിന്നീട് ആ പ്രതികൾ ഏരിയ കമ്മിറ്റി ഓഫീസിൽ, പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിൽ അഭയം തേടി. അവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ചെന്നു. പക്ഷേ നേതാക്കന്മാർ പോലീസിനെ തടഞ്ഞു. ഓഫീസിൽ കയറി അറസ്റ്റ് പാടില്ല എന്ന കട്ടായമായ നിലപാടെടുത്തു. അറസ്റ്റ് ചെയ്തിട്ട് മടങ്ങുമെന്ന് പോലീസും വാശി പിടിച്ചു. ഒടുവിൽ 4 പ്രതികളെ പിൻവാതിലൂടെ പുറത്തിറക്കി പോലീസിന് കൈമാറേണ്ടി വന്നു, വിട്ടുകൊടുക്കേണ്ടി വന്നു. അങ്ങനെയാണ് ഇന്നലത്തെ സംഭവവികാസങ്ങൾ താൽക്കാലികമായിട്ട് അവസാനിച്ചത്. ഇത് വളരെ നേട്ടമായി പോയി എന്ന ഒരു രീതിയിലാണ് പിണറായി വിജയൻ അടക്കമുള്ള ആളുകളുടെ വാക്കുകൾ സൂചിപ്പിച്ചത്. അവരുടെ ശരീരഭാഷ അങ്ങനെയായിരുന്നു കണ്ടത്. ഇത് പിണറായി വിജയൻ്റെ മകൾ വീണ തൈക്കണ്ടിക്കെതിരായിട്ടുള്ള കേസാണ്. അവരുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയാണ് ഈ CMRL എന്ന് പറയുന്ന കരിമണൽ സ്ഥാപനത്തിൽ നിന്ന്, കമ്പനിയിൽ നിന്ന് 1.72 കോടിയോ അല്ലെങ്കിൽ 2.7 കോടി രൂപയോ കൈപ്പറ്റിയിരിക്കുന്നത്. അതേക്കുറിച്ച് അന്വേഷണം നടത്തുമ്പോൾ, ED റെയ്ഡ് നടത്തുമ്പോൾ അവിടെ എന്താണ് CPM അണികൾക്ക്, പ്രവർത്തകർക്ക് റോളുള്ളത്? പിണറായി വിജയൻ മകളുടെ പിണറായിയോടൊപ്പം താമസിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വീടുകളിൽ, വാടക വീടായാലും സ്വന്തം വീടായാലും അവിടെ റെയ്ഡ് നടത്തേണ്ടി വരുന്നത്. ഇതാർക്കാണ് മനസ്സിലാകാത്തത്? പിന്നീട് എന്തുകൊണ്ടാണ് ഈ CPM പ്രവർത്തകർ പിണറായിയെ രക്ഷിക്കാനെന്ന വ്യാജേന ഇതാ കേന്ദ്ര BJP സർക്കാർ കേരളത്തിലെ VD സതീശൻ സർക്കാരുമായി ഗൂഢാലോചന നടത്തി പിണറായി വിജയൻ്റെ വീട് റെയ്ഡ് ചെയ്യുന്നു എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വ്യാഖ്യാനിച്ചുകൊണ്ട് അണികളെ അണിനിരത്തുന്നത് എന്തിനാണ്? പറഞ്ഞല്ലോ, ഇവിടെ അന്വേഷണ വിധേയായിരിക്കുന്നത് പിണറായി വിജയൻ്റെ മകളാണ്, അല്ലാതെ പിണറായി വിജയനല്ല. ഇത് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ പറ്റാൻ വേണ്ടിയാണ് എക്സാലോജിക്ക് പണം വാങ്ങിയതെന്നുള്ളത് മറ്റൊരു സത്യമാണ്. പക്ഷേ ഇവിടെ കേസന്വേഷണം നടക്കുന്നത് വീണ തൈക്കണ്ടിക്കെതിരായിട്ടാണ്. പിന്നീട് എന്തിന് CPMൻ്റെ പ്രവർത്തകർ റെയ്ഡ് നടക്കുന്ന സ്ഥലങ്ങളിൽ തടിച്ചുകൂടണം, അതിനെ തടയാൻ ശ്രമിക്കണം, അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥരെ കടന്നാക്രമിക്കണം? അതാണ് മനസ്സിലാകാത്തത്. ഇന്നലെ ഈ റെയ്ഡ് വിവരം ഉണ്ടായ ഉടനെ തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ്, അവൈലബിൾ സെക്രട്ടേറിയറ്റ് AKG സെൻറ്ററിൽ യോഗം ചേരുകയും അവർ ജനങ്ങളെ അണിനിരത്തി ഇതിനെ ചെറുക്കുന്നതിന് തീരുമാനിക്കുകയും ചെയ്തു. തുടർന്നുണ്ടായ പത്രസമ്മേളനത്തിൽ MV ഗോവിന്ദൻ മാഷ് എന്താണ് പറഞ്ഞത്? ഇത് പാർട്ടിക്കെതിരായിട്ടുള്ള ഒരു കടന്നാക്രമണമാണ്, അല്ലാതെ പിണറായി വിജയനെതിരായിട്ടുള്ളതല്ല. അതുകൊണ്ട് ഞങ്ങൾ പ്രവർത്തകരെ അണിനിരത്തി അതിനെ ചെറുക്കും, അതിനെ ആഹ്വാനം ചെയ്യേണ്ട ആവശ്യം പോലുമില്ല. സ്വമേധയാ പ്രവർത്തകർ വന്ന് ഈ പ്രതിഷേധത്തിലും പ്രതിരോധത്തിലും പങ്കാളികളാവുമെന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് പരസ്യമായ ഒരു ആഹ്വാനമായിരുന്നു, അല്ലെങ്കിൽ EDക്കെതിരായിട്ട് അണിനിരക്കുന്നതിനുള്ള ഒരു ആഹ്വാനമായിരുന്നു. അങ്ങനെയാണ് ആളുകൾ കോഴിക്കോട്ടും അതുപോലെ തന്നെ കണ്ണൂരിലും ഇവിടെ തിരുവനന്തപുരത്തുമൊക്കെ ED അന്വേഷണം നടത്തുന്ന സ്ഥലങ്ങളിൽ അവർക്കെതിരെ മുദ്രാവാക്യങ്ങളുമായി തടിച്ചുകൂടിയത്, അവർക്കെതിരെ വെള്ളം നിറച്ച കുപ്പികളെറിഞ്ഞത്, വടികളെറിഞ്ഞത്. ഇത് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്ന് എടുത്ത തീരുമാനത്തിൻ്റെ ഫലമായിട്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി നടത്തിയ പ്രകോപനപരമായ പ്രസ്താവനയുടെ തുടർച്ചയായിരുന്നു. അങ്ങനെയാണ് ഇന്നലത്തെ സംഭവവികാസങ്ങൾ അരങ്ങേറിയത്. ഇത് പാർട്ടി വളരെ ബോധപൂർവം ഒരാലോചനയിലൂടെ നടത്തിയ ആക്രമണമാണ് എന്ന കാര്യത്തിൽ ഇപ്പോൾ സംശയം എല്ലാവർക്കും. അങ്ങനെയാണ് നടന്ന കാര്യങ്ങൾ ഓരോന്നായി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അതിൽ പോലീസിലെ ചില ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് CPM പ്രവർത്തകർക്ക് വേണ്ടത്ര ഒത്താശയും സഹായവും ലഭിച്ചിട്ടുണ്ട് എന്ന സംശയവുമുണ്ട്. അത് സംബന്ധിച്ച് ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് തീർച്ചയായും രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പ് ഗൗരവത്തോടുകൂടി കണക്കാക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യും. പാർട്ടി വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നു. പിണറായി വിജയനെ ഉന്നമിടുന്നത് പാർട്ടിയെ ലക്ഷ്യമാക്കിയാണ്. അങ്ങനെയുള്ള പ്രസ്താവനകളാണ് വന്നത്. CPMനെ തകർത്താൽ മാത്രമേ BJPക്ക് കേരളത്തിൽ അവരുടെ പിന്തുണ വർദ്ധിപ്പിക്കാൻ സാധിക്കൂ. അതിന് CPMനെ തകർക്കാൻ പിണറായിയെ ലക്ഷ്യമിടുന്നു എന്നൊക്കെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി രാകേഷ്
ഉച്ചത്തിൽ സംസാരിക്കുന്നതൊക്കെ നമ്മൾ കേട്ടതാണ്. അങ്ങനെയാണ് ഇത് മറ്റു ജില്ലകളിലേക്ക് വ്യാപിപ്പിച്ചത്. ഡൽഹിയിലേക്ക് വ്യാപിപ്പിച്ചു. അവിടെ പിണറായി വിജയൻ്റെ മകൾക്കെതിരായ അന്വേഷണം നടക്കുന്നതിൻ്റെ പേരിൽ, അവർക്കെതിരെ റെയ്ഡ് ED സംഘടിപ്പിച്ചതിൻ്റെ പേരിൽ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി അറസ്റ്റ് വരിക്കുന്ന ദയനീയമായ രംഗം നമ്മൾ കാണുകയുണ്ടായി. അദ്ദേഹത്തെ അത്യാവശ്യം ബലം പ്രയോഗിച്ചാണ് പോലീസ് വാഹനത്തിലേക്ക് കയറ്റിക്കൊണ്ടുപോകുന്നത്. അദ്ദേഹം പ്രതിരോധിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഇത് കണ്ടാൽ തോന്നുക ദണ്ഡിയിൽ ഉപ്പു സത്യാഗ്രഹ വേളയിൽ മഹാത്മാഗാന്ധിജിയെ ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണെന്നാണ്. ഇത് സ്വന്തം പാർട്ടിയുടെ നേതാവിൻ്റെ മകൾക്കെതിരായിട്ടുള്ളൊരു അഴിമതി കേസ്, കള്ളപ്പണം വെളുപ്പിക്കൽ കേസ്. ആ കേസിൽ അന്വേഷണവും റെയ്ഡും നടക്കുന്നു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിൽ എതിർപ്പറിയിച്ചുകൊണ്ടാണ് നമ്മുടെ ബേബി സഖാവ് ഡൽഹിയിൽ അമിത്ഷായുടെ പോലീസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് പ്രതിഷേധ പ്രകടനം നടത്തിയത്. എത്ര ആക്ഷേപകരമായ ഒരു കാര്യമാണ്. അല്ല, പാർട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചതിൻ്റെ പേരിലല്ല. തിരുവനന്തപുരത്ത് എന്താണ് നടന്നത്? പ്രതികൾ പാർട്ടി ഓഫീസിൽ കയറി ഇരിക്കുകയാണ്, അവിടെ അഭയം തേടിയിരിക്കുകയാണ്. പാർട്ടി ഓഫീസിൽ കയറി ആരെയും അറസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ലെന്നാണ് പറയുന്നത്. ഇന്നലെ വരെ അധികാരത്തിലിരുന്ന പാർട്ടിയാണ്. അവരാണ് പറയുന്നത് പ്രതികളെ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്, നിങ്ങളവരെ ഐഡൻറ്റിഫൈ ചെയ്ത് തരൂ, ഞങ്ങൾ നോക്കാം, ഞങ്ങളുടെ ഒരു ഔദാര്യം, അതനുസരിച്ച് നിങ്ങൾ പോലീസ് അറസ്റ്റ് ചെയ്താൽ മതി പ്രതികളെ എന്നൊക്കെയായിരുന്നു അവരുടെ നിലപാട്. പക്ഷേ പോലീസ് വിട്ടുകൊടുക്കില്ലെന്നായപ്പോഴാണ് 4 പ്രതികളെ അവർ ഓഫീസിൽ നിന്ന് ഇറക്കി അറസ്റ്റിന് വിട്ടുകൊടുത്തത്. പിണറായി വിജയനും ഈ അവസരം നന്നായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്തത്. പാർട്ടി അതിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ളൊരു പരാജയത്തെ നേരിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ പേരിൽ പിണറായി വിജയനും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുമൊക്കെ ജില്ലാ കമ്മിറ്റികളുടെയും ഏരിയ കമ്മിറ്റികളും നിശ്ചിതമായ വിമർശനത്തിന് ഇരയായി നിൽക്കുമ്പോൾ കിട്ടിയ ഒരവസരമായിട്ടാണ് പാർട്ടി നേതൃത്വം ഇതിനെ ഉപയോഗിച്ചത്. അണികളുടെ നഷ്ടപ്പെട്ട ശൗര്യം, അവരുടെ ഒരു ആത്മവീര്യമൊന്ന് വർദ്ധിപ്പിക്കാൻ ഇത് ഉപയോഗിക്കാം എന്ന് അവരെ കരുതിയിട്ടുണ്ടാവണം. പിണറായി വിജയൻ പോലും തൻ്റെ മകൾക്കെതിരായിട്ട് നടന്ന ഈ അന്വേഷണത്തെ അല്ലെങ്കിൽ റെയ്ഡിനെ അത് തൻ്റെ വീട്ടിൽ നടന്നു എന്നുള്ളത് കൊണ്ട് മാത്രം പാർട്ടിക്കെതിരായിട്ട് BJP സർക്കാർ സംസ്ഥാന സർക്കാരിൻ്റെ സഹായത്തോടുകൂടി ഒത്താശയോടുകൂടി ചെയ്ത ഒരു കടന്നാക്രമണമായിട്ട് ചിത്രീകരിച്ചു. അദ്ദേഹം എന്താണ് പറഞ്ഞത്? എന്നെ വലിച്ചു കീറാൻ ശ്രമിച്ചപ്പോഴൊക്കെ പഴയകാലത്ത് എൻ്റെ പാർട്ടി സഹപ്രവർത്തകർ അണികൾ എനിക്ക് പിന്തുണയുമായിട്ട് നിന്നിട്ടുണ്ട്. ഇന്നും അത് തന്നെയാണ് സംഭവിച്ചത്. ആ പിന്തുണയിൽ, ആ സഹായത്തിന് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ചിറങ്ങാം. ഒരാഹ്വാനമായിരുന്നു അത്. ഇനിയും EDയുടെ അന്വേഷണങ്ങളൊക്കെ വരുമല്ലോ, ഇനിയും പ്രതികൂലമായ നടപടികൾ സർക്കാരിൻ്റെയൊക്കെ ഭാഗത്തുനിന്നുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് ഒന്നിച്ചെന്നതിനെ കായികമായി നേരിടാം, തെരുവിൽ നേരിടാം, നിയമപരമായിട്ടല്ല, തെരുവിൽ നേരിടാം. ആ ഒരു ആഹ്വാനമാണ് ഇന്നലെ പിണറായി വിജയൻ്റെ വാക്കുകളിലും ഉണ്ടായത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞിട്ട് MB ഗോവിന്ദൻ മാഷ് പറഞ്ഞ വാചകങ്ങളുടെ ഏതാണ്ട് തനിയാവർത്തനം, അല്ലെങ്കിൽ വേറൊരു രൂപം. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന നേതാവാണ്. അദ്ദേഹമാണ് പറയുന്നത് മകൾക്കെതിരായിട്ട് നടന്ന അന്വേഷണത്തിനെതിരെ പ്രതിഷേധവും പ്രതിരോധവുമായി വന്ന പാർട്ടി പ്രവർത്തകരെ അഭിനന്ദിച്ചുകൊണ്ട് ഇത് പാർട്ടിക്ക് വേണ്ടി അവർ ചെയ്ത സേവനമാണ്, പണ്ടുണ്ടായിട്ടുള്ള പിന്തുണ ഇപ്പോഴും തനിക്ക് തുടർന്നും ലഭിക്കുന്നു എന്നുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ചത്. ഇതേ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് 2020 ബിനീഷ് കോടിയേരിയുടെ വീട്ടിൽ, അല്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ്റെ വീട്ടിൽ EDയുടെ റെയ്ഡ് നടന്നു. ബിനീഷിനെതിരായിട്ടായിരുന്നു. അന്ന് അദ്ദേഹം എന്താണ് പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ വിശദീകരണം എന്തായിരുന്നു? ഇത് ഒരു അന്വേഷണ ഏജൻസി ഒരാൾക്കെതിരെ നടത്തുന്ന അന്വേഷണമാണ്. ആ ഏജൻസിയുടെ പക്കൽ എന്തൊക്കെ വിവരങ്ങളുണ്ട് എന്നുള്ളത് നമുക്കാർക്കും ഇപ്പോൾ അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അതിനെപ്പറ്റി പറയുന്നത് ശരിയല്ല. ബിനീഷിനെതിരെ നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ ഉപയോഗിച്ച് ആ കുടുംബത്തിന് നീതി നേടാവുന്നതാണ്, തേടാവുന്നതാണ് എന്നാണ്. സമാനമായ സാഹചര്യമാണ് ബിനീഷ് കോടിയേരിക്കെതിരായിട്ട് നടന്ന ഒരു അന്വേഷണം. അപ്പോൾ പാർട്ടിക്ക്, ഗവൺമെൻറ്റിന് പങ്കില്ല, അതിലിടപെടില്ല.
ആ ഏജൻസിയുടെ പക്കൽ എന്തൊക്കെ ഉണ്ടെന്ന് പിണറായി വിജയൻ സഖാവിന് അറിഞ്ഞുകൂടാ. അതുതന്നെയല്ലേ ഇന്നലെ ഇവിടെ നടന്നത്? പിണറായി വിജയൻ്റെ മകൾക്കെതിരായിട്ട് നടന്ന അന്വേഷണമാണ്. ഇന്നലെ പ്രധാനമായിട്ട് നടന്നത് അവരുടെ മൊഴിയെടുക്കുക എന്നുള്ള കൃത്യമായിരുന്നു. എന്നിട്ട് എന്തുകൊണ്ടാണ് പ്രവർത്തകരെ ഇറക്കിയത്, അണികളെ ഇറക്കിയത്, പാർട്ടിയെ ഇടപെടിച്ചതെന്തുകൊണ്ടാണ്? ഈ 2020 ആർക്കെതിരെയാണോ ED അന്വേഷണം നടത്തിയത്, ആ ബിനീഷ് കൊടിയേരി ഇന്നലെ നേതാവ് കളിച്ച് ഈ ആൾക്കൂട്ടത്തിനിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് മറ്റൊരു കൗതുകകരമായ കാര്യമായി. എൻ്റെ കാര്യത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഞാൻ കൂടി അടങ്ങുന്ന ഒരു പാർട്ടി കുടുംബം. എന്താ പാർട്ടി കുടുംബത്തിന് എന്താ പ്രത്യേകത? പാർട്ടി കുടുംബത്തിലെ ആരെങ്കിലും പ്രതികളായാലുടനെ അവരെ രക്ഷിക്കാൻ പാർട്ടി ഒന്നടങ്ങ് ഇറങ്ങുക എന്നുള്ളതാണോ? അതാണോ ശരിയായ കാര്യം? എൻ്റെ കൂടെ പാർട്ടി കുടുംബമായതുകൊണ്ട് ഞാൻ വന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എത്ര ഔദാര്യ മനസ്കനാണ് അദ്ദേഹം. അന്ന് ബിനീഷ് കോടിയേരിക്കെതിരായ കേസ് ഒരു വ്യക്തിക്കെതിരായ കേസായിരുന്നു. ഇന്നിപ്പോൾ അതല്ല. വീണ തൈക്കണ്ടിക്കെതിരായിട്ട് ED എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ SFIO അന്വേഷണം നടത്തുന്ന കേസ് അത് പാർട്ടിക്കെതിരാണ്. അങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെ വ്യാഖ്യാനിച്ച് അണികളെ രംഗത്തിറക്കുകയാണ്. തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഇന്നലെ EDയുടെ ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ചു CPMൻ്റെ അണികൾ. അവരുടെ വാഹനങ്ങൾ തല്ലി തകർത്തു, അവരുടെ ഉദ്യോഗസ്ഥരെ പരിക്കേൽപ്പിച്ചു. ഇതുകൊണ്ടൊക്കെ ED അങ്ങ് പേടിച്ചു പോകുമെന്നാണോ ആരെങ്കിലും കരുതിയിരിക്കുന്നത്? ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. നമ്മൾ ഇന്നലെ ഈ 3-4 ഇടങ്ങളിലെ ആൾക്കൂട്ടം TV കണ്ടതാ. ഇവരാരും അവകാശപ്പെടുന്നത് പോലെയുള്ള ആൾക്കൂട്ടം അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരുടെ സമാഹരണമൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. ഇവിടെ പിണറായി വിജയൻ്റെ വാടക വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ചെറിയ റോഡാണ്. അതിൽ അത്യാവശ്യം നിറഞ്ഞു നിൽക്കാനുള്ള ആളുകൾ മാത്രമേ ഇന്നലെ ഉണ്ടായിരുന്നുള്ളൂ. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ ആഹ്വാനം ഉണ്ടായിട്ടും അതാണ് സംഭവിച്ചത്. വന്നവർ അതിരുവിട്ട് പ്രവർത്തിച്ചു അല്ലെങ്കിൽ അഴിഞ്ഞാടി എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അതുകൊണ്ട് ഈ ആൾക്കൂട്ടത്തെ കണ്ട് പേടിച്ച് ED ഈ അന്വേഷണമൊക്കെ മതിയാക്കി അങ്ങ് പോകുമെന്നാരും കരുതരുത്. അന്വേഷണം കിടക്കുന്നതേ ഉള്ളൂ. അവരെ നോവിച്ചു വിടുകയാണ് ഇവിടുത്തെ CPM പ്രവർത്തകർ ചെയ്തിരിക്കുന്നത്. അവർക്കറിയാം ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത്. കേന്ദ്ര സർക്കാർ ഇതൊക്കെ കണ്ട് വെറുതെ നിൽക്കുമെന്നാണോ ഈ അന്തം കമ്മികൾ വിചാരിച്ചിരിക്കുന്നത്? ഈ കേസിൻ്റെ അന്വേഷണം ഇത് ഏതൊക്കെ ലെവലിലേക്കാണ് പോവുക എന്നുള്ളത് കണ്ട് മനസ്സിലാക്കാനേ പറ്റൂ. അവർ പണി വരുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇതേതൊക്കെ രീതിയിലേക്ക് ഇതിൻ്റെ തുടർ നടപടികൾ നീങ്ങുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. പഴയ പോലെ അധികാരത്തിൻ്റെ പിൻബലമില്ല. ജയിച്ചൊരു പാർട്ടിയല്ല ഇപ്പോൾ മകളുടെ കേസിനെതിരായിട്ടുള്ള അന്വേഷണത്തിനെതിരെ നിരന്നിരിക്കുന്നത്. അതും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നലെ കണ്ട ആവേശമൊന്നും വരുന്ന ആളുകളിൽ ഉണ്ടാവണമെന്നില്ല. 300 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. പലരും അകത്താകാൻ പോകുന്നതേ ഉള്ളൂ. പാർട്ടിയുടെ ഏകാധിപതിയായ നേതാവിൻ്റെ മകൾക്കെതിരെ നടക്കുന്ന അന്വേഷണം പാർട്ടിക്കെതിരായിട്ടുള്ള നടപടിയാണെന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് പാർട്ടി പ്രവർത്തകരെ അണിനിരത്തി അതിൽ നിന്ന് രക്ഷപ്പെടാമെന്നാണ് ആരെങ്കിലും കരുതുന്നതെങ്കിൽ അതിന് എത്ര കാലം പാർട്ടി പ്രവർത്തകരെ അണികളെ കിട്ടും എന്നുള്ളതും നമ്മൾ കണ്ടു മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ.